നമസ്കാരം. ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത് കുട്ടികളും അവരുടെ സ്വഭാവവും എന്നതിനെ കുറിച്ചാണ്. നമുക്ക് കുറച്ച് പണം നഷ്ടപ്പെട്ടാൽ നമുക്കൊന്നും നഷ്ടപ്പെടാനില്ല. നമ്മുടെ ആരോഗ്യം നഷ്ടപ്പെട്ടാൽ നമ്മുടെ പകുതിയോളം നഷ്ടപ്പെട്ടു. എന്നാൽ നമ്മുടെ നല്ല സ്വഭാവം നഷ്ടപ്പെട്ടാൽ നമ്മുടെ എല്ലാം നഷ്ടപ്പെട്ടു എന്ന വാക്കുകൾ കൊണ്ടാണ് ഞാൻ ഇന്നിവിടെ എൻ്റെ പ്രസംഗം തുടങ്ങുന്നത്. ഇത് സൂചിപ്പിക്കുന്നത് എന്താണ്? നമുക്ക് മറ്റൊരു കാര്യമില്ലെങ്കിലും നമുക്ക് ഈ സ്വഭാവം ഉണ്ടെങ്കിലും നമുക്ക് പിന്നെ മുന്നോട്ട് പോകാം എന്നുള്ളതല്ലേ. അതായത് ഇന്നത്തെ സമൂഹത്തിൽ മറ്റെന്ത് കാര്യം ഉണ്ടായിട്ടും നമ്മുടെ ഈ നല്ല സ്വഭാവത്തിന് അഭാവം കൊണ്ട് തന്നെ ജീവിതത്തിൽ വിജയിക്കാതെ പോയവർ നമ്മുടെ സമൂഹത്തിന് ഏറെയാണ്. അപ്പോൾ നല്ല സ്വഭാവമുള്ളവർ നല്ല ലോകത്തെ ഉണ്ടാക്കുന്നു, ദുസ്വഭാവമുള്ളവർ ചീത്ത ലോകത്തെ ഉണ്ടാക്കുന്നു. അപ്പോൾ നമുക്ക് നല്ല ലോകം ഉണ്ടാക്കണമെങ്കിൽ നല്ല സ്വഭാവമുള്ളവർ തന്നെയല്ല വേണ്ടത്. പക്ഷേ ഇതൊരിക്കലും നടക്കില്ലല്ലോ. ഒരു ഫാക്ടറിയിൽ നല്ല പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ഇവിടെ ചെയ്തിട്ട് കാര്യമില്ലല്ലോ. ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് നല്ല ഉറച്ച മനസ്സും നല്ല പ്രാക്ടീസും അതൊക്കെയാണ് വേണ്ടത്. അപ്പോൾ അതുണ്ടെങ്കിൽ തന്നെ നമുക്കൊരു നല്ല സ്വഭാവം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. ഇത് നമ്മൾ എപ്പോഴെങ്കിലും ചെയ്തിട്ട് കാര്യമില്ല. ഇത് നമ്മൾ ചെറുപ്പത്തിൽ തന്നെ ചെയ്യണം. അതായത് കുട്ടികൾക്ക് നടക്കാനുള്ള വഴി കാണിച്ചു കൊടുക്കണം എന്ന് ബൈബിളിൽ പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ ചെറുപ്പത്തിൽ ചെയ്യുന്ന കാര്യങ്ങൾ മനുഷ്യനുള്ളിടത്തോളം കാലം ഉണ്ടാവും എന്ന് പറയുന്ന വാക്യവും ഞാൻ ഇവിടെ ഓർക്കുന്നു. അപ്പോൾ ഇതൊക്കെ എന്താണ് സൂചിപ്പിക്കുന്നത്? നമ്മൾ ചെറുപ്പത്തിൽ എന്തൊക്കെ ചെയ്യുന്നു അതൊക്കെ വലുതാകുമ്പോൾ നമ്മളെ അതിൻ്റെ റിസൾട്ട് വലുതാകുമ്പോൾ കാണിക്കുമെന്നുള്ളതാണ്. മുട്ടിൽ വളം വെച്ചിട്ട് കാര്യമില്ലല്ലോ എന്ന് പറയുന്ന വാക്യവും ഇവിടെ വളരെയേറെ പ്രസക്തമാണ്. ഇന്ന് വിജയിച്ചവരും ലോകം അറിയപ്പെടുന്നവരും എല്ലാം അവരുടെ സ്വഭാവം ചെറുപ്പത്തിൽ മാറ്റിയവരായിരുന്നു. അതായത് അവരുടെ ദുസ്വഭാവങ്ങൾ. മഹാത്മാഗാന്ധി അദ്ദേഹത്തിന്റെ ആത്മകഥയിൽ പറയുന്നുണ്ട്, അദ്ദേഹത്തിന്റെ ദുസ്വഭാവങ്ങൾ അദ്ദേഹം അറിഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന്റെ മനക്കരുത്ത് കൊണ്ട് തന്നെയായിരുന്നു മാറ്റിയതെന്ന്. അതുകൊണ്ട് തന്നെയല്ലേ ഇന്ന് അദ്ദേഹം ഇന്ത്യക്കാരുടെയും മലയാളികളുടെയും ഇന്ത്യയുടെ പുറത്ത് എല്ലാവരുടെയും മനസ്സിൽ അദ്ദേഹം ഇന്ന് ഇടം പിടിച്ചത്. അദ്ദേഹത്തിന്റെ മനക്കരുത്ത് കൊണ്ട് തന്നെയാണല്ലോ അദ്ദേഹം ഇന്ന് നമുക്ക് സ്വാതന്ത്ര്യം നേടിത്തന്നതും. അപ്പോൾ അദ്ദേഹത്തെ ഒന്നും ഒരിക്കലും മറക്കാൻ സാധിക്കില്ലല്ലോ. അപ്പോൾ അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തിന്റെ ദുസ്വഭാവങ്ങളെ അദ്ദേഹം ചെറുപ്പത്തിൽ തന്നെ അദ്ദേഹം മാറ്റാൻ ശ്രമിച്ചു എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ നമ്മളെ തെറ്റുകളെ നമ്മൾ മാറ്റി നമ്മളെ തെറ്റുകൾ നമുക്ക് മനസ്സിലാക്കി നമ്മൾ നല്ല കാര്യങ്ങൾ ചെയ്ത് നമ്മൾ മുന്നോട്ട് പോകണം എന്നാണ് ഈ വിജയിച്ചവരും എല്ലാവരും നമ്മളോട് പറയുന്നത്. അതത്ര സത്യമാണല്ലേ. കാരണം ഇന്ന് വിജയിച്ചവർ എല്ലാവരും തന്നെ പണ്ട് ഇതേ സ്വഭാവം മാറ്റി വിജയിച്ചവർ തന്നെയാണ്. പ്രശസ്തമായ എബ്രഹാം ലിങ്കൺ പറയുന്നുണ്ട്, നമ്മുടെ സ്വഭാവം എന്ന് പറയുന്നത് മരം പോലെയാണ്. പിന്നെ അതിൻ്റെ നിഴലാണ് പ്രശസ്തിയും. പേരും പ്രശസ്തിയുമല്ല. അപ്പോൾ ഈ പേരും പ്രശസ്തിക്കും ഒന്നും നിലനിൽപ്പില്ല. കാരണം എപ്പോഴാണ് അതിൻ്റെ നിഴൽ പോകുന്നത് നമുക്ക് പറയാൻ സാധിക്കില്ലല്ലോ. എന്തായാലും ഒരു സമയമാകുമ്പോൾ അതിൻ്റെ നിഴലില്ലാതെയാവും. അപ്പോൾ എന്നിരുന്നാലും അതിൻ്റെ മരം അവിടെ തന്നെ ഉണ്ടാവുമല്ലോ. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ പേരും പ്രശസ്തിയും പോയാലും നമുക്ക് നമ്മുടെ നല്ല സ്വഭാവം അവിടെ തന്നെ ഉണ്ടാവും എന്ന് തന്നെയാണ് പറയുന്നത്. പിന്നെ നമ്മൾ നമ്മുടെ നല്ല സ്വഭാവത്തെ വളർത്തിയെടുക്കും. പിന്നെ ആ സ്വഭാവം നമ്മളെ വളർത്തിക്കോളും എന്ന് പ്രശസ്തനായ എഴുത്തുകാരൻ ഇവിടെ പറയുന്നത് ഞാൻ ഓർക്കുന്നു. ഇവിടെ പലർക്കും ചോദ്യമുണ്ടാവാം, എങ്ങനെയാണ് നല്ല സ്വഭാവം കുട്ടികളിൽ വളർത്തിയെടുക്കുക? ഇത് ആരാണ് വളർത്താൻ സഹായിക്കുക എന്നുള്ളത്. ഇത് പൊതുവായൊരു ചോദ്യം തന്നെയാണ്. ഇവിടെ ഞാൻ ഉത്തരം പറയുന്നത് നമ്മുടെ മാതാപിതാക്കളാണ് നമ്മുടെ നല്ല സ്വഭാവത്തെ കുട്ടികളിൽ വളർത്തുക എന്നുള്ളതാണ്. ഇത് പരിശീലിക്കേണ്ടത് നമ്മുടെ കുടുംബത്തിൽ തന്നെയാണ്. അപ്പോൾ ഇതിനു വേണ്ടി സഹായിക്കുന്നത് നമ്മുടെ അമ്മൂമ്മ, അച്ചാച്ചൻ, നമ്മുടെ അനിയൻ, ചേട്ടൻ, ചേച്ചി എന്നിവരൊക്കെ കൂടെ അച്ഛനും അമ്മയും സഹായിക്കുക തന്നെയാണ് വേണ്ടത്. അപ്പോൾ ഇതിനെല്ലാത്തിനും ഒരു വിജയം ഉണ്ടാവും. നമ്മൾ വീട്ടിൽ നിന്ന് മാത്രമല്ലല്ലോ നമ്മൾ ഈ സ്വഭാവം പഠിക്കുന്നത്. നമ്മുടെ കുട്ടിക്കാലത്ത് നമ്മൾ ഏറെ സമയം ചെലവഴിക്കുന്നത് നമ്മുടെ വിദ്യാലയങ്ങളിലാണോ? അതുകൊണ്ടൊക്കെ തന്നെ നമ്മുടെ സ്വഭാവ രൂപീകരണത്തിനും ഈ സ്കൂളും വലിയ പങ്ക് തന്നെ വഹിക്കുന്നുണ്ട്. നമ്മൾ സ്കൂളിൽ പോവുകയാണെങ്കിൽ നമ്മൾ അധ്യാപകരുടെ കൂടെ നമ്മുടെ കൂട്ടുകാരോടൊത്ത് സമയം ചെലവഴിക്കാനുണ്ടാവുക.
അപ്പോൾ അവിടെ തന്നെ നമുക്ക് വലിയ രീതിയിൽ നമ്മുടെ സ്വഭാവത്തിന് മാറ്റമുണ്ടാവും. കാരണം നമ്മൾ ഏറെ സമയം നമ്മൾ കൂട്ടുകാരോടൊപ്പമാണല്ലോ ചെലവഴിക്കുന്നത്. അതുകൊണ്ടൊക്കെ തന്നെയാണ് പറയുന്നത് നല്ല കൂട്ടുകാരെ തിരഞ്ഞെടുക്കണം, അതിനുവേണ്ടി നല്ലപോലെ ശ്രദ്ധിക്കണം എന്നുള്ളത്. അപ്പോൾ നമുക്ക് സ്കൂളിൽ മോശം കൂട്ടുകെട്ടും കിട്ടാം, അതോടൊപ്പം നല്ല കൂട്ടുകെട്ടും കിട്ടാമല്ലോ. അപ്പോൾ അത് നമ്മുടെ പ്രായോഗിക ബുദ്ധി കൊണ്ട് നമ്മൾ മനസ്സിലാക്കണം ഇങ്ങനെയുള്ള കൂട്ടുകാരെ നല്ലതെന്നും മോശമെന്നും. പിന്നെ അവിടെ നിന്നാണ് നമ്മുടെ അടുത്ത പടി. പിന്നെ സ്കൂളിൽ നിന്ന് ധാരാളം നല്ല സ്വഭാവം കിട്ടാൻ നമ്മളെ സഹായിക്കുന്നുണ്ട്. രാവിലെയുള്ള അസംബ്ലി, പ്രയർ, അതുപോലെ തന്നെ ധാരാളം പ്രോഗ്രാമുകൾ നല്ല സ്വഭാവ രൂപീകരണത്തിന് വേണ്ടി സഹായിക്കുന്നുണ്ട്. പിന്നെ നമ്മൾക്കുള്ള സബ്ജക്റ്റും ധാരാളം സബ്ജക്റ്റുകളും ഇതിനു വേണ്ടി സഹായിക്കുന്നുണ്ട്. പിന്നെ ഇന്ന് ധാരാളം കൗൺസിലേഴ്സും ഇന്ന് സ്കൂളിൽ വരുന്നുണ്ടല്ലോ നമ്മുടെ സ്വഭാവ രൂപീകരണത്തിന് സഹായിക്കാൻ. എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പ്രസംഗം നിർത്തുന്നു. നന്ദി.